മധുസൂദനൻ എംഎൽഎക്കെതിരെ ഫണ്ട് തട്ടിപ്പ് ആരോപണവും ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ സിപിഐഎം തീരുമാനം. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. നടപടി നേരത്തെ തീരുമാനിച്ചതാണെന്ന് കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ തുറന്നുപറച്ചിലിൽ ഒടുവിൽ വി കുഞ്ഞികൃഷ്ണൻ പുറത്ത്. ധൻരാജ് രക്തസാക്ഷി ഫണ്ടും കെട്ടിട നിർമ്മാണ ഫണ്ടും തെരഞ്ഞെടുപ്പ് ഫണ്ടും ടി.ഐ. മധുസൂദനൻ മുക്കിയെന്ന ആരോപണം ഗുരുതര അച്ചടക്ക ലംഘനമെന്ന് സിപിഐഎം സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തൽ. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ ഏകകണ്ഠേന തീരുമാനമായി. അന്വേഷണ കമ്മീഷൻ തള്ളിക്കളഞ്ഞ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിച്ചത് പാർട്ടിയെ അവഹേളിക്കാനാണെന്നും അത് അംഗീകരിക്കേണ്ടെന്നും യോഗത്തിൽ നേതാക്കൾ നിലപാടെടുത്തു. നടപടി നേരത്തെ തീരുമാനിച്ചിരുന്നതെന്നായിരുന്നു വി കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണം. ഈ മാസം 29-ന് പുറത്തിറങ്ങുന്ന തന്റെ പുസ്തകം ഒരു ബോംബാണെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി നേരത്തെ പറഞ്ഞിരുന്നു. പുസ്തകം പ്രസിദ്ധീകരിക്കരുതെന്ന് കെ രാഗേഷ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും കുഞ്ഞികൃഷ്ണൻ. എൻ്റെ പുസ്തകത്തിലൊരു വാചകമുണ്ട്. ഈ പുസ്തകം പുറത്തിറങ്ങിയാൽ എന്നെ പാർട്ടിയിൽ നിന്ന് ചിലപ്പോൾ പുറത്താക്കിയേക്കാം എന്ന വാചകമാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിത് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ പുറത്താക്കിയാലും ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന ഈ അപജയങ്ങളെ തുറന്നെതിർക്കാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന അവസ്ഥയിലാണ് ഞാനിത് ജനങ്ങളുടെ മുമ്പാകെ പറയാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുള്ളത്. കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കുന്നതിന് പിന്നാലെ പയ്യന്നൂരിലെ പാർട്ടി പ്രവർത്തകരിൽ നിന്നുള്ള പ്രതികരണം എന്തെന്നതും ഇനി പ്രധാനമാണ്. കുഞ്ഞികൃഷ്ണൻ ബലിയാടാക്കപ്പെട്ടു എന്ന വികാരം ഒരു വിഭാഗം പ്രകടിപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. അത് പരസ്യ പ്രതികരണങ്ങളാകാനും സാധ്യതയുണ്ട്. പാർട്ടിക്ക് പുറത്തെത്തുന്ന കുഞ്ഞികൃഷ്ണന്റെ നീക്കങ്ങൾ എന്തെന്നതും ശ്രദ്ധേയമാണ്. മറുവശത്ത് ടി.ഐ. മധുസൂദനനെതിരായ രക്തസാക്ഷി ഫണ്ട് അപഹരണാരോപണത്തിൽ കഴമ്പില്ലെന്ന് ബോധിപ്പിക്കേണ്ടത് സിപിഐഎമ്മിന്റെ ബാധ്യത കൂടിയാവുകയാണ്. വിഭാഗീയത നിലനിൽക്കുന്ന പയ്യന്നൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫണ്ട് വിവാദത്തിന്റെ അലയൊലി എന്തെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ന്യൂസ് മലയാളം, കണ്ണൂർ.